മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ പാത പിന്തുടർന്നാണ് മകൻ കെ ബി ഗണേഷ് കുമാർ നിയമസഭാ സാമാജികനാകുന്നത്. പിതാവ് ആർ ബാലകൃഷ്ണപിള്ള കന്നിയംഗം കുറിച്ച പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മകനും നിയമസഭയിലേക്ക് എത്തിയത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്നും നിയമസഭാ അംഗമായതോടെയാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും പത്തനാപുരം മണ്ഡലം ഗണേഷിനെ കൈവിട്ടില്ല. 2 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു. 2003 പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി രാജിവെച്ചു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് 2013 രാജിവെച്ചു. തുടർന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ UDFുമായി അഭിപ്രായ ഭിന്നതയുണ്ടാകുകയും ഇടതുമുന്നണിയുടെ ഭാഗമാകുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് തന്നെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി തുടരുന്ന 2001 മുതൽ തുടർച്ചയായി 5 തവണ നിയമസഭാംഗമായ ഗണേഷ് കുമാർ 2ാം പിണറായി മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമാകുകയാണ്. നിലവിൽ സംസ്ഥാന ഗതാഗത വകുപ്പാണ് ഗണേഷ് കുമാറിനായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ സജി ചെറിയാനാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതേ മേഖലയിലുള്ള ഒരാൾക്ക് വകുപ്പ് കൈകാര്യം ചെയ്യാൻ ലഭിച്ചാൽ കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ള ധാരണയിലാണ് കേരള കോൺഗ്രസ് ബി ആ വകുപ്പ് കൂടി ഗണേഷ് കുമാറിനായി ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗസംഖ്യ കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുമായി ഗണേഷ് കുമാർ ചർച്ചകൾ നടത്തും. 29-നാണ് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.